ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കേക്ക് ഓർഡേഴ്സിൻ്റെ വിശേഷങ്ങളൊന്നല്ല കേട്ടോ. എനിക്ക് കുറച്ച് ദിവസമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും പറയാനായിട്ടുള്ള സമയമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ചില കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എല്ലാ കസ്റ്റമേഴ്സും ഒരുപോലെയല്ല, ചില കസ്റ്റമേഴ്സിനെ കുറിച്ച് പറയാനാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ എന്തായാലും ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഓർഡർ 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ തലേന്ന് രാത്രി തന്നെ അതിൻ്റെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. കാരണം ഇത് രാവിലെ നേരത്തെ കൊടുക്കാനുള്ള കേക്കായിരുന്നു കേട്ടോ. രാവിലെ 8-9 മണിക്കുള്ളിൽ തന്നെ എത്തിക്കാനായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ അതിൻ്റെ ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഐസിങ്ങും ഡെക്കറേഷനും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി കസ്റ്റമർ ഡിസൈനൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കളറിൽ മാത്രം ചെറിയൊരു വ്യത്യാസം ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രീൻ കളറാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം അതുപോലത്തെ തന്നെ ചെയ്യുന്നത് കേട്ടോ. ചില കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് ഓർഡർ തരാനായിട്ട് കുറച്ച് മോഡൽസ് അയച്ചു തരുമെന്ന് ചോദിക്കും. നമ്മളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതിനെക്കാട്ടി വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോസ് അയച്ചു കൊടുക്കുക. എന്നിട്ട് അതെല്ലാം അയച്ചു കൊടുത്ത് ലാസ്റ്റ് അവർ ഇങ്ങോട്ട് അയച്ചു തരുന്നത് പണ്ടെങ്ങാണ്ടുള്ള ഒരു മോഡലായിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു കസ്റ്റമറിന് ഞാൻ അത്യാവശ്യം പുതിയ മോഡൽസാണ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവർ ഇങ്ങോട്ട് അയച്ചു തന്നത് ഒരു 4-5 കൊല്ലം മുന്നത്തെ ഒരു ഡിസൈനാണ്. എന്തെങ്കിലും കസ്റ്റമർ പറഞ്ഞാലേ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കസ്റ്റമർ ഈ ഗ്രീനിൻ്റെ പകരം ബ്ലൂ കളറുള്ള ഷെയ്ഡാണ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ആ ഭാഗത്ത് ഗ്രീൻ കളറാക്കി ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കളൊക്കെ പോയതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങൾ റെഡിയായി വേഗം അത് കൊണ്ടുകൊടുക്കാൻ പോയിട്ടാണ്. ആ കൊണ്ടുകൊടുക്കുന്ന തിരക്കിൽ ചായ കുടിക്കാനൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്നതിൻ്റെ ശേഷം ചായ കുടിക്കാനും അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകാനും മൊത്തത്തിൽ അലമ്പാക്കിയിട്ടാണല്ലോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നതിൻ്റെ ശേഷം ആ പരിപാടിക്കൊക്കെ നിന്നിട്ടാ. അപ്പോൾ ആദ്യം തന്നെ ചോറിനൊക്കെ വെള്ളം വെച്ചതിൻ്റെ ശേഷം അത് അത്യാവശ്യം പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകാനും ബാക്കിയുള്ള പണികൾക്കൊക്കെ നിന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊന്നല്ല കേട്ടോ. എല്ലാ ഹോം ബേക്കേഴ്സും പറയുന്ന പോലത്തെ ഒരു റീസൺ തന്നെയാണ് എൻ്റെയും. റേറ്റിൻ്റെ കാര്യമാണ് കേട്ടോ. നമ്മളൊരു ഓർഡർ കൺഫേം ആക്കുമ്പോൾ എല്ലാ ഡിസൈനും മോഡലും കളർ തീമും അതുപോലെ തന്നെ എക്സ്ട്രാ എന്തെങ്കിലും വെക്കാണ്ടെങ്കിൽ അതും എല്ലാം നമ്മൾ കൺഫേം ആക്കി റേറ്റ് അടക്കം കൺഫേം ആക്കിയിട്ടാവും നമ്മളൊരു ഓർഡർ കൺഫേം ആക്കുന്നത്. ലാസ്റ്റ് അവർക്ക് ഡെലിവറിയും കൂടി വേണമെന്ന് പറഞ്ഞ് നമ്മളെ വീടിൻ്റെ പടിക്ക വരെ എത്തിച്ചു കൊടുക്കുന്നുണ്ടാവും. എന്നിട്ട് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് നമ്മൾ റേറ്റ് അങ്ങോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചില കസ്റ്റമേഴ്സിൻ്റെ റിയാക്ഷൻ ഉണ്ട്. അതെന്താ കേക്കിന് ഇത്ര റേറ്റ് കൂടാൻ കാരണം? ഇത്ര റേറ്റ് അല്ലായിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്താ ഡെലിവറി ചാർജ് ഇത്ര അധികം? നമ്മളെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടാണ് നമ്മളൊരു ഓർഡർ കൺഫേം ആക്കുന്നത് തന്നെ. എന്നിട്ട് ലാസ്റ്റ് ക്യാഷിൻ്റെ കാര്യം പറയുമ്പോൾ ഉള്ള ചില കസ്റ്റമേഴ്സാണ് കേട്ടോ. ചില കസ്റ്റമേഴ്സ് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, കറക്റ്റ് നമ്മൾ ക്യാഷും കാര്യങ്ങളും എല്ലാം പക്ക ഡീലാക്കിയിട്ടാണ് നമുക്ക് അയച്ചു തരാറ്. പക്ഷേ ചില കസ്റ്റമേഴ്സ് ഇങ്ങനെയല്ല കേട്ടോ. നോർമലി ഒരു കേക്ക് ചെയ്ത് കൊടുക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചെയ്ത് കൊടുക്കുമ്പോൾ അവർ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ അതൊക്കെ ആഡ് ചെയ്യും. എക്സ്ട്രാ ഫോണ്ടൻറ്റ് വർക്കോ ടോപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലിറ്റർ വർക്കോ എന്തായാലും നമ്മൾ അത് എക്സ്ട്രാ ആഡ് ചെയ്ത് അവർ പറഞ്ഞ കളർ തീമിൽ വരെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. ഈ കേക്ക് മെറ്റീരിയൽസിൻ്റെ ഷോപ്പിൽ ഇരിക്കുന്ന ആൾ നമ്മുടെ അമ്മയുടെ മക്കളൊന്നും അല്ല കേട്ടോ. നമ്മൾ പൈസ എണ്ണി കൊടുത്തിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അതും നിങ്ങൾ മനസ്സിലാക്കണം. കേക്കിൻ്റെ മുകളിൽ എക്സ്ട്രാ എന്ത് വെക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാ മെറ്റീരിയലും എക്സ്ട്രാ റേറ്റ് നമ്മൾ എണ്ണി കൊടുത്തിട്ടാണ് ഷോപ്പിൽ നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത്. അതിൻ്റെ റേറ്റും പുറമെ നമ്മൾ എക്സ്ട്രാ ഒരു ഡെലിവറി ചാർജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു 100 രൂപ നമ്മൾ വർക്കിൻ്റെ ചാർജ് കൂട്ടിയിട്ടാണ് നമ്മൾ മേടിക്കുക. അതാണ് ഇപ്പോൾ നമുക്കതിൽ ലാഭം എന്ന് പറയാൻ. അല്ലാതെ ഇപ്പോൾ ഈ 600 രൂപക്ക് 500 രൂപക്ക് കേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 500 രൂപ നമുക്ക് ലാഭമല്ല കേട്ടോ. അതിൻ്റെ 500 രൂപയിൽ 400 രൂപയും നമുക്കതിൽ ചിലവാണ്. എക്സ്ട്രാ ഒരു 100 രൂപ മാത്രമാണ് നമുക്ക് ലാഭമുള്ളത്. അതുപോലെ തന്നെ എക്സ്ട്രാ ഡെലിവറി ചാർജോ അല്ലെങ്കിൽ എക്സ്ട്രാ ഫോണ്ടൻറ്റ് വർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു റേറ്റാണ് നമുക്കൊരു ലാഭം എന്ന് പറയാനുള്ളത് കേട്ടോ. അത് ഈ ഒരു ബിസിനസ് എന്നല്ല എന്തൊരു ബിസിനസ് ആയാലും നമ്മൾ അതിൻ്റെ മെറ്റീരിയൽസ് മേടിക്കുമ്പോൾ എക്സ്ട്രാ റേറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ സാധനങ്ങൾ മേടിക്കുന്നത്. പിന്നെ അതിൻ്റെ മേക്കിംഗ് ചാർജ് മാത്രം 100-200 എക്സ്ട്രാ നമ്മൾ കൂട്ടി മേടിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ നോർമലി ഒരു ഷോപ്പിൽ നിന്ന് കേക്ക് മേടിക്കാൻ തന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് ആൾ പറഞ്ഞതിൻ്റെ ആ കറക്റ്റ് ക്യാഷ് നമ്മൾ എണ്ണി കൊടുത്തിട്ടാണല്ലോ മേടിക്കുന്നത്. അല്ലേ നമ്മളോട് ബാർഗെയിൻ ചെയ്യുന്ന പോലെ നമ്മൾ ഷോപ്പിൽ പോയി ചെയ്യാറില്ലല്ലോ. നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതുപോലത്തെ ചെറിയ ബിസിനസ് കൊണ്ടാണ് കേട്ടോ ഇതുപോലത്തെ ഹോം ബേക്കേഴ്സ് നമ്മൾ ചെറിയ ആൾക്കാരൊക്കെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. ഞാൻ കുറേ കാലമായിട്ട് പറയണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.